ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഫാത്തിമോനെ മദ്രസിൻ്റെ ഔട്ട്കറ്റ് ആക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. സാധാരണ ഓൻ ഒറ്റയ്ക്ക് തന്നെ പോലും അവൻ്റെ പിള്ള ചങ്ങായിമാരൊക്കെ ഉണ്ട്, പക്ഷേ ഓലൊപ്പം പോലും ഓന് നേരത്തെ പോകണം പറഞ്ഞിട്ടോ നേരത്തെ പോകലാണ്. എന്നിട്ട് ആ റോഡിലേറ്റം പോയാൽ അവിടെ മുഴുവൻ നായ്ക്കളാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പെരേക്കാൻ നിൽക്കണം. പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. മദ്രസക്ക് എത്തല്ല കേട്ടോ, കുറച്ച് അങ്ങോട്ട് എത്തും. മെയിൻ റോഡ് വെല്ലങ്കൂറിന് അതുവരെ മാറ്റി കൊടുക്കാൻ വിചാരിച്ചിട്ട് പോവുകയാണ്. ഇസമോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അനൂസും ഉറങ്ങുന്നുണ്ട്. അനൂസിനോട് ഉറക്കത്തിൽ പറഞ്ഞു പോകുന്നതാണ് ഞാൻ നാക്കി കൊടുത്തിട്ട് വരാമെന്ന്. പിന്നെ അത് ആ റോഡിൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഓനെ അങ്ങോട്ടാക്കി കൊടുത്ത് ഞാനിങ്ങോട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പം നിറച്ച് നായ്ക്കളാണ്. ഇപ്പം അതിൻ്റെ ഇടയിൽ നായ്ക്കളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അയച്ചിങ്ങനെ പിന്നെയും നായ്ക്കളൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മളെ രാവിലത്തെ പണികളാണ്ട് തുടങ്ങാൻ പോവുകയാണ്. ഇന്നിപ്പോൾ വല്ലാതെ എരപ്പൊന്നും ആക്കിയിട്ടില്ല. ഇന്നലെ കുറേ പറഞ്ഞുകൊണ്ട് ഇന്ന് കുറച്ച് കുറവുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ നന്നാക്കി എടുക്കണം. ഇസമോൾ തന്ന് നല്ല ഉറക്കാണ് കേട്ടോ. ഇന്ന് എന്തേ ആകും എണീക്കാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ നീച്ചുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ നീച്ചു പോരലാണ്. അപ്പോൾ വല്ല ഞാൻ മുണ്ടാതെ പോന്നിട്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ പണിയൊക്കെ ഉണ്ട്. നീച്ചാളാ 7 മണിയാവാനായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ അനൂസിനെ മദ്രസക്ക് പോകാൻ വിളിച്ചാണ്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അടുക്കളയിൽ ഇനിയിപ്പോൾ ഒന്നും തുടങ്ങണമല്ലോ, ചായ മാത്രമേ അവിടെ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇനി എന്താ ഉണ്ടാക്കണമെന്ന് രാത്രി തീരുമാനിച്ചൊക്കെയാണ് സാധാരണ. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടില്ല. കാരണം എന്നാലും ഉറങ്ങാൻ നേരം വെക്കുമ്പോൾ നമുക്ക് എന്തും പ്ലാൻ ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കറി ഉണ്ടാക്കാനുള്ള കടലൊക്കെ ഉണ്ടായിനി, അതൊന്നും വെള്ളത്തിലിട്ടില്ല. അപ്പോൾ കറി എന്തൊക്കെയാണ് ഉണ്ടാക്കണേ, കടി എന്താ ഉണ്ടാക്കണേന്നൊക്കെ ആലോചിച്ച് കുറച്ച് നേരമൊക്കെ ഇവിടെ അടുക്കളയിൽ നിന്ന് കേട്ടോ. അപ്പോഴാണ് നോക്കുമ്പോൾ നമ്മളെ പൊടി കഴിഞ്ഞിരിക്കണം. പൊടി കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കി. ദോശ ആകുമ്പോൾ കുറച്ചായാലും കലക്കി ചുട്ടാൽ കുറച്ചെങ്കിലും ചൂടാണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും തിന്നാനുള്ളതില്ലെങ്കിലും ചിലപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ചുടുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല ഓട്ടേക്കാരട്ടോ തുളക്ക്. അല്ലെങ്കിൽ കുറേ ചുട്ട് വെക്കുകയാണെങ്കിൽ ആരും ഒറ്റ തിന്നുമില്ല. അപ്പം ഇന്ന് ആകെ കുറച്ച് പൊടിയുള്ളതിന്, അപ്പോൾ അതുകൊണ്ട് ദോശനെ കലക്കി ചൂടാൻ വിചാരിച്ച് ഞാൻ. അല്ലെങ്കിൽ പിന്നെ പത്തി ചൂടാനെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോഴാണ് പൊടി കഴിഞ്ഞത് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. പൊടി അരി ഇവിടെ പൊടിപ്പിച്ചാനൊക്കെ ഉണ്ട്, പക്ഷേ അതുവരെ പൊടിപ്പിച്ചില്ല. മഴ ആയതുകൊണ്ട് ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് ഉണക്കിയിട്ടില്ല. ആദ്യം കുറച്ചുള്ളതിന്, പിന്നെ കഴിഞ്ഞ മാസമൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയോണ്ട് കുറച്ചൊക്കെ അരി ഉണ്ട് കേട്ടോ. കരി ഉണ്ടല്ലേ 10 കിലോന് അരിയൊക്കെ ഉണ്ട് പൊടിപ്പിച്ചാൻ കേട്ടോ. അപ്പം ഇനിയിപ്പം ഒരു കുറച്ച് ദിവസമൊക്കെ 2-3 അടുപ്പിച്ച് വെയിലൊക്കെ അരച്ചാണെങ്കിൽ അത് കേൾക്കണം. അപ്പം ഇന്ന് കറി ഉണ്ടാക്കാൻ എന്താ ഉണ്ടാക്കണതെന്ന് ഇങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് ഉരുളക്കിഴങ്ങ് കണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ അത് ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഇനി നമ്മളെന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. ആരെ വന്നിക്കണേ? ചീച്ചി വെച്ചോ? ചീച്ചി വെച്ചിക്കണോ? അടച്ചോനെ. ഓയ് ഓയ് എന്താ കുറച്ച് ചെറി എന്താ കുറച്ച് ചെറി. അങ്ങനത്തെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ഇടയിലാട്ടോ ഇസമോൾ ഉണർന്ന് വന്നത്. ഓൾ ഒറ്റയ്ക്ക് തന്നെ നീച്ച് വന്നതാണ്. ചില നല്ല ശീലമാകുമ്പോൾ അങ്ങനെയാണ്, ഓൾ ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്കൊക്കെ നീച്ച് വരും കേട്ടോ. അപ്പോൾ ദോശ ഇവിടെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, 4 ഉള്ളെങ്കിലും കുറച്ച് നേരം അങ്ങനെ പിടിച്ചല്ലോ. ആ സമയം കൊണ്ട് ഓൾ ഇവിടെ എത്തിക്കണം കേട്ടോ. അതല്ല ഫാൻ്റെ സ്വിച്ച്, അതവിടെ ഓഫാക്കും കേട്ടോ. അതല്ല മറ്റേത് 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 മറ്റേ സ്വിച്ച്. ഒരു സ്വിച്ചും കൂടി ഇല്ലേ? ആ അല്ലേ, ആ ഓഫാക്ക്. വെരി ഗുഡ്, മതി മതി, ഇങ്ങനെ പോര്. എന്താ പണി? എന്താ പണി? 3 അല്ല, ചായ. ചായ പറഞ്ഞ ചായ പറ. ചായ. ദോശ പറ. ചായ പറ. ആന്നല്ല, ചായ പറഞ്ഞ ചായ ചായ. അപ്പോൾ ഇന്ന് നേരെ അടുക്കളയൊക്കെ വരുന്നുണ്ട്. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ചായ വെച്ചാണ്. പാലുള്ള പെരയാണെന്നുണ്ടെങ്കിലും പാലൊന്നും ഇവിടെ എടുക്കലില്ല കേട്ടോ. പാതിക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ പാലും എടുക്കലില്ല. ചായ കട്ടൻ ചായ തന്നെയാണ്. ചായ കുടിച്ച് കഴിഞ്ഞോ? ദോശ തിന്നോ? തിന്നോ? ദോശ തിന്നോ? ഇതൊക്കെ എന്താ ഇവിടെ പരിപാടി നിങ്ങൾക്കറിയോ? ഈ കുപ്പിയിലുള്ള വെള്ളമല്ലേ ചായ, ഇവിടെ എന്നാ അത് മുഴുവൻ ഇവിടെ ഒറ്റിച്ച് ഫുള്ള് വെള്ളമാക്കി വെച്ചിന് കണ്ടോ. കുപ്പിയിലുള്ള ചായ മുഴുവൻ തീർന്നു വയ്ക്കുന്നു. ഇനി ചായ കുടിച്ചോണ്ട കേട്ടോ. കുപ്പിയിലുള്ള വെള്ളമല്ല, ഇനിയിപ്പോൾ അതിൽ വളക്കി വെക്കൂ. എന്താ വേണ്ടി? ഇനി ചായ ഇല്ല. ആ ചായ അല്ല അവിടെ ഒട്ടിച്ചേ. എൻ്റെ ചായ അല്ല അവിടെ ഒട്ടിച്ചേ. ഇനി ഇവിടെ ചായ ഇല്ല. ചായ കഴിഞ്ഞു. ഇതിലുള്ള വെള്ളം ചായ മുഴുവൻ ഓളവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു കണ്ടോ. ചായൻ്റെ അടുത്ത് കാണാൻ ചെന്നേ. ഇനി ചായ ഇല്ല, ചായ കഴിഞ്ഞു. എനിക്കിങ്ങനെ അടിനോട് കൂട്ടുവാനോട് അടിച്ചാൽ. അങ്ങനെ അതാ ചായ ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് കുടിച്ചാൻ വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചുടുവെള്ളമാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതിനും വേണ്ടിയിട്ട് പാത്രം ഒഴിച്ചൊന്ന് അരിച്ച് വയ്ക്കുകയാണ് കേട്ടോ. എന്താണ് പണി? കുപ്പിയൊക്കെ കേടെടുത്തിയോ? ഞങ്ങൾക്ക് അടിൻ്റെ കുറവുണ്ട് കേട്ടോ. ആഹാ, അങ്ങനത്തെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഞാൻ കുക്കറിലിട്ട് നിട്ടു. പിന്നെ സ്കൂളിലുള്ള വെള്ളം കൊണ്ടുപോകാനുള്ളത് അവിടെ വെച്ചിങ്ങനെ ദോശ ചുട്ട് കഴിയാനയക്കണം കേട്ടോ. ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ട് ലാസ്റ്റ് അയക്കണം. ആകെ ഒരു 8 9 ഒക്കെ ഉള്ളൂ. ഇന്ന് വേണമെങ്കിൽ എല്ലാവർക്കും നല്ല തൊള്ളയിക്കാറ് കേട്ടോ. ഇന്നാണെങ്കിൽ ദോശക്ക് ഒരു പ്രശ്നമുണ്ട്. ദോശ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ ഒരു തല കിട്ടുമ്പോൾ ഒരു തല കിട്ടില്ല. അങ്ങനെ ഞാൻ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഈ കയ്യിൽ പിടിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ കുക്കർ ഇതാ വിസിലടിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഏകദേശം അയക്കണം ഓഫാക്കാൻ. ഇത് ലാസ്റ്റത്തതാണ് കേട്ടോ. ഇനി ഒന്നും കൂടി ഇട്ട് ചുടാനുള്ളതേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് അടിയിരിക്കും പ്രശ്നം. അങ്ങനെ നമ്മളെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി കറി ഇവിടെ റെഡി ആയിക്കണം. ഇത് വറവിടണം. അപ്പം ഞാൻ വറവിട്ടിട്ട് ഇവിടുത്തെ ചായപരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഇതിന് ഫാത്തിമോനൊക്കെ മദ്രസ ഇട്ട് വരും കേട്ടോ. ഓൻ 8 മണി വരെ ഉള്ളൂ മദ്രസ്. അനൂസിന് പിന്നെ 7:40 തുടങ്ങില്ല. ഇന്ന് നേരക്കായതുകൊണ്ട് ഓന് നേരത്തെ പോയിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കണം. നമുക്കിത് വറവിട്ടെടുക്കാം. ഈ ചെറുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് വറവിടാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇറച്ചി മസാല ഇട്ടിട്ടാണ് ഞാനും വറവിടൽ. എന്താത്തുമ്പാ കാക്കണ്ടോ? കാക്കനാട്ടിയ കാക്കാര് കാക്കാരന അങ്ങനത്തെ ഓളോടൊക്കെ വർത്തനം പറഞ്ഞു നിന്നപ്പോൾ ഇതാ ഉള്ളി നല്ലോണം മൂത്തിക്കണം. അതിക്ക് ഇറച്ചി മസാലയൊക്കെ ഇട്ടിട്ട് ഇതങ്ങോട്ട് വറവിടുന്നുണ്ട്. ഇതിൽ ഉരുളക്കിഴങ്ങ് ഇപ്പം തന്നെ തിന്ന് തീരും. ഫാത്തിമോൻ ഉരുളക്കിഴങ്ങിൻ്റെ ആളാണ്. ഓനത് കണ്ടാൽ പിന്നെ സ്കൂൾക്ക് വേണ്ടി വരും. അങ്ങനെയാണ് എൻ്റെ കിട്ടുക. അപ്പോൾ അതവിടെ അടിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതാ കിച്ചണിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നിക്കണം. ഈ സമയം ഇത് അവിടെ കയറി കുത്തിരിക്കുകയാണ് കേട്ടോ. കസാലയിൽ ഇരുന്നാൽ ചിലപ്പോൾ കുക്കും നോക്കിക്കും വേണം കേട്ടോ. അങ്ങനെ അതാ ഞാൻ അകത്തേക്ക് നടത്താ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാനുണ്ടായിന്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാണ്ട് ഈ മോളെ തലയാണ് ഇടയിൽ ഇങ്ങനെ കാണുന്നത്. ഓള് അവിടെയും ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഫോൺ വെച്ചാണ് എടുക്കുന്നത്. ട്രൈപ്പോഡൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ വേറെ ലൈറ്റ് ഓഫ് ആക്കി പോകുന്നു. പിന്നെ ഈ റൂമുക്ക് വന്ന് എന്നത്തെ മാതിരി തന്നെ ഇന്ന് വലിയ വൃത്തിക്കേടൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഞാൻ കുറേ നുള്ളിപ്പൊക്കി പറഞ്ഞുകൊണ്ട് ഇന്ന് കുറേയൊക്കെ ഒരു ആക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ കുറച്ചൊക്കെ പണി എനിക്ക് കുറഞ്ഞ മാതിരി തോന്നിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ ഇട്ട് മറ്റോ കണ്ടും ചെയ്തനല്ലോ. അപ്പോൾ ഇന്ന് വല്ലാതെ വൃത്തിക്കേടൊന്നും ആക്കില്ല. ഇസമോള് അതിലൊരു ഷാളും ഇട്ട് ഇങ്ങനെ ഒരു ഷാളും ഇട്ട് നടക്കാൻ തുടങ്ങിയിരിക്കണം. അങ്ങനെ അതാ ഫാത്തിമോന് മദ്രസത്ത് വന്നിക്കണം കേട്ടോ. ഓനിതാ വാതിൽ മുട്ടിയിട്ട് വെക്കുന്നില്ല. ആരാ അവിടെ? എവിടെ ബാഗിലുള്ളതൊക്കെ നല്ല നേരം നിരത്തിട്ടല്ലേനോ? ഇന്ന് പിന്നെ നായനാണ്ടോ? എന്നോട് ഇനി ജയാൻ്റെ അമ്മച്ചി ഒന്ന് ഓലപ്പം പോരാൻ പറയണേ. ഇനി ഒന്ന് ഓലപ്പം പോയിക്കൊണ്ടിട്ടോ. ഓല അധികവും വണ്ടിയിലാണല്ലോ പോലും. ഇവിടെ ഉള്ളതൊക്കെ എടുത്തുവെച്ചാണ്. അറബിയിൽ എടുത്തേക്കാണിഞ്ഞി ഞാൾമറയുണ്ടാവും. ഇനി ജയാൻ്റെ അമ്മച്ചിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിട്ടോ. അല്ലെങ്കിൽ ഇനി നായി കടിച്ചാണ്ട് ഇന്നെ വന്ന് രണ്ടാമത് വന്ന് വിളിച്ചാൽ ഞാൻ പോരൂല. കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോരാൻ കഴിയൂല. മഴയൊക്കെ പെയ്താൽ. ജയാൻ്റെ അമ്മച്ചി പറഞ്ഞു ഞങ്ങൾ തുറന്നില്ലേ. ഇജ്ജ് കാറിൻ്റെ വണ്ടിയൊക്കെ അല്ല വാങ്ങും. ഇജ്ജ് ബീരാക്കാൻ്റെ വീട്ടിൽ പോയി വാങ്ങിക്കും. സാധാ മൈക്കറപ്പൂർ വേഗം പോയി വാങ്ങിപ്പോര്. കുപ്പായം കഴിച്ചിട്ട് അപ്പം ഇന്ന് സ്കൂൾക്ക് മൈക്കറപ്പൂർ കൊണ്ടുപോകണ്ടേ? മൈക്കറപ്പൂർ ഇല്ലാതെ പോവാ? ഇജ്ജ് അത് കഴിച്ചതിനെ തൊപ്പി വിളിച്ച് വേഗം പോയി വാങ്ങി പോര്. എന്നാൽ അപ്പച്ചനോട് വരുമ്പോൾ കൊണ്ടുവരണോ? എനിക്ക് ഇപ്പച്ചനോട് നല്ല പൈസ അങ്ങിച്ചില്ലേ? ഞാൻ ചോദിച്ചു നോക്കട്ടെ. ദോശയൊക്കെ എന്താ കറി? എങ്ങനെ എനിക്ക് മനസ്സിലായി? എങ്ങനെ എനിക്ക് ഉരുളൻ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി പറയും? എന്തേ ഒക്കെ തിന്നണം കേട്ടോ. ഇനിയുള്ള ഞാൻ ചോദിച്ചത് കേട്ടോ. ഒക്കെ കാക്ക കൊണ്ടുപോകും അക്കടക്കൊക്കെ കേട്ടോ. ഇനി ഞാൻ പോയി കുളിച്ചോട്ടോ. അതൊന്നും കഴിഞ്ഞിട്ട് രാവിലെ കുളിച്ച് പോയാൽ എന്തോ ഒരു സുഖമുണ്ട്. ഇങ്ങനെ താളിച്ച് മാറ്റി ഒരിഞ്ഞ് ഇവിടെ നിൽക്കണ നേരം പോരാ എനിക്ക് കുളിച്ചാൻ. എൻ്റെ കുളിയല്ലേ ഏതായാലും. കാലൊക്കെ ഇറക്കി വെച്ചാ കാല് കയറ്റിച്ച് തിന്നാൻ പാടില്ല കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ ഈ മാസം ജൂലൈ 15. ജൂലൈ 15 എൻ്റെ ബർത്ത്ഡേ. ജൂലൈ 16 എൻ്റെ ബർത്ത്ഡേ. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു സംഭവം കൂടി ഉണ്ട്. എന്താ?
വെഡ്ഡിങ് ആനിവേഴ്സറി അതുമുണ്ട്. കുറേ ഉണ്ട് ഈ മാസം. 24-24 തീയതി. എന്തിനാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. വിറക് കൊണ്ടുവന്നൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ആലതാട്ട അവിടെ പയ്യനൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പയ്യൊക്കെ മാറിയിട്ടുണ്ട്. നാൾ കാണിച്ച പയ്യൊന്നുമല്ല, ഇപ്പോൾ വേറൊരു പയ്യാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ വിറകെടുക്കാനാണ് പോകുന്നത്. ഇവിടെ ഒരു ആട്ടും കൂടുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കൂടാണിത്. ആ കൂട്ടിൽ 3 അറകളാക്കിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഒരറയിൽ മുഴുവൻ വിറകാണ്, ഒരറയിൽ മുഴുവൻ ഓലക്കൊടിയാണ്. ഒരറയിൽ മുഴുവൻ ഞങ്ങൾ പെയിൻ്റ് അടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അത് അങ്ങോട്ട് ഒത്തുക്ക് കയറ്റിയിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും ബേക്കലറയിൽ കുറേ ചാക്കുകളും സാധനങ്ങളൊക്കെ കാണുന്നത്. ഒക്കെ ഞാൻ അകത്തേക്ക് കയറ്റാലാകും ഫുള്ളാവും. അതുകൊണ്ട് അവിടെ തന്നെ നിന്നോട്ടെ ചാട്ടും കൂടെ ഏതായാലും വെറുതെ കിടക്കില്ല ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിറകെടുക്കാൻ പോകുന്നതാണ്. പച്ച വിറകുണ്ട്, ഉണങ്ങിയ വിറകുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്ക് കിട്ടണമൊക്കെ പച്ച വിറക് കേൾക്കാറ്. കത്തിച്ചാൽ കത്തൂല്ല, കുടുങ്ങിക്കണ് ഞാൻ ഏതായാലും. ഇപ്പോൾ ഏതായാലും ഇത് സാവധാനം അങ്ങോട്ട് ഉണങ്ങി കിട്ടട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ദാ പുറത്ത് നല്ലൊരു മഴ പെയ്ത് ചോർന്നിക്കുന്നുണ്ട്. ചോറിനപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അടുക്കള ഭാഗത്ത് ചീറ്റുമൊക്കെ വീണ ഒച്ചയിട്ടിട്ടാ മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു. മഴ ഉണ്ടെങ്കിൽ ആക്കി തരും പറയണം, മഴ ഇല്ലെങ്കിൽ ആക്കി തരൂല. അന്ന് ചൊറ്റക്കല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും ഒരു ഫോട്ടോ എടുക്കട്ടെ. നിങ്ങൾ ചിരിച്ചാണി രണ്ടാളും. മറ്റോൾ കീഞ്ഞ് പോരുന്നതാ. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വന്ന് തീ ഉരുപ്പിച്ചിരിക്കണം കേട്ടോ. അത് തീ കത്തിക്കിട്ടാൻ കുറച്ച് പണി ഉണ്ടായിരുന്നില്ല, നഞ്ഞ വർഗ്ഗമായതുകൊണ്ട്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കത്തിച്ചു. പുറത്ത് ഇതാ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. സീറ്റ് മുകളിൽ നോക്കണം, ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓനെ സ്കൂളിൽ കറന്നേക്കണം. മഴ ആയതുകൊണ്ട് കുഞ്ഞാവ് ആക്കി എടുക്കുകയാണ് കേട്ടോ. മദ്രസ്ക്കും സ്കൂൾക്കൊക്കെ ഒരു പെൻസിലാ, ബാക്കിയൊക്കെ തീരെ ഉണ്ടായിക്കൂലേ? വാലൈക്കും സലാം. അങ്ങനെ ഫാദിമോനൊന്ന് ഓട്ടർച്ചയിലാണ് പോകുന്നത്. ഒന്ന് മൂത്തച്ഛൻ്റെ കുട്ടികളൊന്നും ഇല്ല, ഒന്ന് ഓനെ ഒറ്റക്കുള്ളൂ. അപ്പോൾ പിന്നെ കുഞ്ഞാവ് പറഞ്ഞത് ഞാൻ ആക്കി കൊടുത്തോളാം. മഴയും പെയ്ത് കൊടിയില്ല. കൊട ഉണ്ടായതിനെപ്പോലെ അവിടെ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞൊക്കെ ആകെ പ്രകടിപ്പിക്കണം കേട്ടോ. ഓയ് കാക്ക പോയില്ലേ? ബ്രൂ പോയി, സ്കൂൾക്ക് പോയില്ലേ? ജിൻസൈഡൊക്കെ ആക്കി. അപ്പം ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ദോശ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ, എല്ലാവർക്കും നല്ല ഓട്ടം ഉണ്ടാവുമെന്ന്. അങ്ങനെ ദോശ കഴിഞ്ഞ് അനൂസ് വന്നപ്പോൾ അനൂസിന് തിന്നാനില്ല. അപ്പം വിചാരിച്ച് തിന്നണോലും നാ മുഴുവൻ തിന്നോട്ടെ വിചാരിച്ചപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞാൽ ബ്രെഡോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിട്ട് ബ്രെഡും കോഴിമുട്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു നൂഡിൽസ് വാങ്ങിക്കോളാം. അങ്ങനെ ഓൻ പോയി നൂഡിൽസ് വാങ്ങിക്കൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കേട്ടോ. അത് തരാം. അത് ലേസ് അല്ല. ലേസ് പറയുമ്പോൾ എനിക്ക് കിട്ടൽ പോലുമില്ല. എന്താ ലേസ് എന്ന് എനിക്കറിയില്ല. ഇതുണ്ടാക്കട്ടെ കേട്ടോ. എന്താ തിന്നണേ മാമോ? അങ്ങനെ താ നൂഡിൽസ് ഉണ്ടാക്കിയാണ് അനൂസ് അത് സ്കൂൾക്ക് കൊണ്ടുപോയിട്ട്. അവനോട് എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ തിന്നാൻ നേരമില്ല, നേരം കുറേ ഐറ്റം ചെയ്തിരിക്കണ്. അങ്ങനെ ഇസമോക്ക് ഞാനൊരു തുള്ളി കൊടുത്തതാണ് കേട്ടോ. ഒക്കെ തിന്ന് പരിചയമൊന്നുമില്ല. ഓളതൊക്കെ തിന്നയുടെ മൂലയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. ഇന്ന് കേബേജ് ഉപ്പേരിയും പരിപ്പും വെള്ളേരും കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പും വെള്ളേരിൻ്റെ കറിയാണ് കേട്ടോ ഇവിടെ വിസിലടിച്ചത്. അപ്പോൾ അതാ കേബേജിൽ ഞാൻ എന്നും മഞ്ഞൾപ്പൊടി ഒന്നും ഇടലില്ല. ചിലവർ തേങ്ങയൊക്കെ ഇടും. ഇവിടെ പിന്നെ തേങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതും ഇടലില്ല കേട്ടോ. ഇസമോൾ ഇത് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്ക് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ചോറിൻ്റെ വെള്ളം അവിടെ ഇങ്ങനെ കത്തിയിട്ടും കത്താടിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ പയ്യനുണ്ടാക്കുന്ന വെള്ളം പറഞ്ഞത്. ഇത് ഞാൻ ചോറിൻ്റെ ബേക്കിലാണ് തിളപ്പിച്ച് വെക്കും. അപ്പോൾ വൈകുന്നേരം കൊടുക്കും, പിന്നെ പിറ്റേന്ന് രാവിലെയും കൊടുക്കും കേട്ടോ. കഞ്ഞിവെള്ളയ്ക്കാണ് ചുടുവെള്ളം ഒഴിക്കൽ. പിന്നെ നമ്മളെ കേബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അനൂസിന് മഞ്ഞൾപ്പൊടി ഇട്ട കേബേജ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടത്. സാധാരണ വെള്ള കേബേജാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിനി ഫോൺ തിന്നാണെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കേബേജ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് കറി വറവിടാനുണ്ട്. കറി വറവിടുന്നതിന് മുമ്പ് വേറെ കുറച്ച് പരിപാടികളുണ്ട്. കാരണം എന്താ, വാഷിംഗ് മെഷീനിൽ തിരുമ്പാലൊക്കെ ഇടാണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തായാലും കറി വറവിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ലോഡ് തിരുമ്പാണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്നും ഉണ്ടാവും ഒരു ലോഡ്, 2 ചോട് തിരുമ്പാൻ. അപ്പോൾ ഇന്നും ഉണ്ട് 2 ചോട് തിരുമ്പാൻ. തിരുമ്പാളിലൊക്കെ മെഷീനിലിട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടി എടുക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ തിരുമ്പൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ബാത്റൂമിക്ക് അതിൻ്റെ കുഴലൊക്കെ ഇടലാണ്. ബാത്റൂമിൽ നിന്ന് തിരിച്ച് വെള്ളം എടുക്കലാണ് കേട്ടോ. ഞാൻ ബാത്റൂം തുറക്കുന്നതിന് മുമ്പ് ഇസമോൾ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിർക്കും കേട്ടോ. അങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വന്നതിന് ശേഷം ചെറുതായിട്ടൊക്കെ മഴ പെയ്തിരുന്നു. അതും തീ കത്തുന്നത് കണ്ടാൽ പിരാന്ത് പിടിച്ചും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനതിൽ അരി ഇട്ടിന് ചെറുതായിട്ടൊക്കെ തിളക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കറി വറവിടട്ടെ, സാമ്പാർ പൊടിയും
കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ടാണ് കറി വറവിടുന്നത് കേട്ടോ. അപ്പം കറിയൊക്കെ വറവിട്ടത് അത് ഇന്നലത്തെ കറി ഉണ്ട്. പിന്നെ മീൻ പൊരിച്ചത് രാത്രി പൊരിച്ചത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മീൻ ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചക്ക് പൊരിച്ചിട്ടില്ല, ഞാൻ അന്തിക്ക് പൊരിച്ചാന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കറി വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് അവിടെ നിന്ന് അടുപ്പത്തൊന്നും ആകുമല്ലോ. അപ്പോൾ അതാ ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ വറവിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ്. എന്തൊക്കെയാണ് ഞാൻ എടുത്തിക്കണത്, എന്തൊക്കെയാണ് ഞാൻ എടുക്കാത്തതുണ്ട്. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് എടുത്തതൊക്കെ കേട്ടോ. എടുത്തിട്ട് ഏതായാലും ഇഷ്ടം പോലെ അയക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.